എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത്, എടോ മഹാഭാവി, കേരളത്തിലെ സാധാരണ ജനങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെ മുണ്ടുമൊക്കെ കാണിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും ജനങ്ങളെല്ലാം മുണ്ട് മുറുക്കി കൊടുക്കണം. ഇത് കേട്ട് കേട്ട് കഴിഞ്ഞ 6 വർഷക്കാലമായി 7 വർഷക്കാലമായി മുണ്ട് മുറുക്കി കൊടുത്ത് ഇപ്പൊ പാടായി വയറ്റില്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെ മുണ്ടുമൊക്കെ കാണിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞു? കേരളത്തിലെ സാധാരണ ജനങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളെ മുണ്ടുമൊക്കെ കാണിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? നമ്മൾ ചെലവ് ചുരുക്കലിന്റെ മുണ്ട് മുറുക്കലിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുണ്ടഴിച്ച തലയിൽ കെട്ടലിൽ, ഊർത്തിന്റെ മുണ്ടഴിച്ച തലയിൽ കെട്ടലിൽ കടവും പിഴയും നേരം മുഴുവൻ തുരിയും തലയിൽ കെട്ടുവിട. ഇന്ന് നോർവേയിലെ കണക്ക് വന്നതായിട്ട് ഇപ്പോ കേരളത്തിലെ ഒരു സ്ഥിരം ട്രെൻഡ് എന്ന് പറയുന്നത് വിദേശത്ത് പോയി കേരളത്തിന്റെ സാഹചര്യങ്ങളെ പറ്റി പഠിക്കുകയാണ്. കേരളത്തിലെ ഇടുക്കിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിനെ പറ്റി പഠിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം ജർമ്മനിയിൽ പോയിരുന്നു. കാരണം പോകേണ്ട സ്ഥലം ജർമ്മനിയാണ്. ഈ ജർമ്മനിയിൽ നിന്ന് വെള്ളം വന്നിട്ടാണല്ലോ ഇടുക്കിയിൽ വെള്ളം കയറുന്നത്. ജർമ്മനിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. പക്ഷെ എനിക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും അസൂയുള്ളത് പിണറായി വിജയന്റെ കൊച്ചുമോനോട്. എവിടെയോ എന്തോ ഒരു തകരാറ്. കാര്യം എന്താ അറിയാവോ? ഈ ചെറുക്കൻ എന്തോ ഒരു അവധിയാണെന്ന് അറിയാമോ? ഇത്രയും അവധി കിട്ടുന്ന സ്കൂൾ ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. പിണറായി വിജയൻ എവിടെയൊക്കെ പോകുന്നു അവിടെയല്ല ഈ ചെറുക്കനുണ്ട്. എന്തോ ഒന്ന് പറഞ്ഞു വെച്ചാൽ സത്യമായിട്ട് അപ്പൊ ഇവരെല്ലാം കൂടെ ലണ്ടനിൽ പോയി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ലണ്ടനിലാകെ 4 ദിവസമാണ് ചെലവഴിച്ചത്. 4 ദിവസം ലണ്ടനിൽ ചെലവഴിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ 4 ദിവസം യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഒരു വാഹനം വാടകയ്ക്ക്. എത്ര റെന്റ് എന്നറിയാമോ? 4 ദിവസത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി വാഹനം റെന്റിനെടുത്തപ്പോ വാഹനത്തിന്റെ വാടക 24 ലക്ഷം രൂപ. കേട്ടോ, പുതിയ ഇന്നോവ ക്രിസ്റ്റയുടെ വില 18 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവരുടെ വില വിവരം വന്നത്. പുതിയ ഹൈബ്രിഡ്. എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത്, എടോ മഹാഭാവി, ഈ 24 ലക്ഷം രൂപ കൊടുത്ത് 4 ദിവസത്തേക്ക് ഒരു വാഹനം വാടകയ്ക്ക് എടുക്കാതെ ആ ലണ്ടനിൽ നിങ്ങൾ ഒരു പുതിയ ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയിരുന്നെങ്കിൽ 18 ലക്ഷം രൂപയാകത്തുള്ളായിരുന്നു. അപ്പോഴും 6 ലക്ഷം രൂപ കേരളത്തിൽ ലാഭമാകുമായിരുന്നു. അതാണ് ബാറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കന്നുകാലി ഷെഡിന് 2 കന്നുകാലികൾ, 2 പശുക്കൾക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ടുള്ള കന്നുകാലി ഷെഡിന് 42,40,000 രൂപ. ലൈഫ് മിഷനിൽ എത്രയാ? 4 ലക്ഷം. ലൈഫ് മിഷൻ പ്രകാരം സാധാരണ മനുഷ്യന്, കൂരയില്ലാത്ത മനുഷ്യന്, സ്വന്തമായി കയറി കിടക്കുവാൻ ഇടമില്ലാത്ത മനുഷ്യന് ഒരു വീട് വയ്ക്കുവാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ. പിണറായി വിജയന്റെ കന്നുകാലി തൊഴുത്തിന്റെ ചെലവ് 42,40,000 രൂപ. നന്നായിട്ടുണ്ട്. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് subscribe